ഈ തൊപ്പി ധരിച്ചതിന്, തലയിൽ ഹിജാബ് ഇട്ടതിന്, പള്ളിയിൽ നിസ്കരിക്കാൻ പോയതിനൊക്കെ കോളേജിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ തീവ്രവാദി, ഭീകരവാദി വിളി കേൾക്കേണ്ടി വരുന്നവരുണ്ട്. എന്തിനേറെ പറയണം, അധ്യാപകരിന്ന് പോലും കേൾക്കുന്നവരുണ്ട്. വിമർശനങ്ങളെ പേടിച്ച് പലരും പിന്നെ തൊപ്പിയും ഹിജാബും അടക്കം പലതും പാടെ ഉപേക്ഷിക്കും. മറ്റു ചിലരെ ആകട്ടെ വൈകാരികമായി തിരിച്ച് പ്രതികരിക്കും. യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രതികരണവും ശരിയായ ശൈലിയല്ലെന്ന് തോന്നുന്നു. ഒന്ന് എന്നേക്കുമായി അവന്റെ വിശ്വാസ ചിഹ്നങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ, മറ്റൊന്ന് ഒരാളുടെ വൈകാരിക പ്രകോപനങ്ങൾ കാരണം സമുദായത്തെ തീവ്രവാദികളാണെന്ന് മുദ്രകുത്തുന്നവർക്കുള്ള കോണിയൊരുക്കലാണ്. പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അവഗണിക്കുക. ഇന്നിന്റെ കാലത്ത് അവഗണനയോളം വലിയ പ്രതിരോധമില്ല. നമ്മെ എന്ത് വിളിച്ചാണോ അവർ പരിഹസിക്കുന്നത്, അതേ വഴിയിൽ നമ്മൾ മുന്നോട്ട് ചലിക്കണം. തൊപ്പിയും ഹിജാബും ധരിച്ച് അവരോട് സൗമ്യമായി സംസാരിക്കണം. ഇസ്ലാം ആചരിച്ചതിന്റെ പേരിൽ ത്യാഗം നേരിട്ടവരുടെ കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മുത്തുനബിയുടെ കാലത്തും സർവ്വ പ്രവാചകന്മാരുടെ കാലത്തുമെല്ലാം വിശ്വാസികൾ പീഡനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിട്ടുണ്ട്. കാരണം അദ്ദുന്യ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ, ദുനിയാവ് വിശ്വാസിയുടെ ജയിലറയും അവിശ്വാസിയുടെ സ്വർഗവുമാണെന്നാണ് റസൂൽ പഠിപ്പിച്ചത്.